ഇന്ന് ഞാൻ വന്നേക്കുന്നത് കപ്പ കൊണ്ടൊരു സ്വീറ്റ്സ് ഉണ്ടാക്കാനാണ്. കപ്പ പുഴുക്കൊക്കെ കഴിച്ചിട്ട് മടുത്തേ. ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു ഫിലിപ്പീൻസിലുള്ള ഒരു ഡെസേർട്ടാണ് എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കപ്പ ഇങ്ങനെ തോലൊക്കെ പൊളിച്ച് കഴുകിയെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിൻ്റെ വെള്ളമാണ് കുടഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് വേണം, 2-3 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി അതിൻ്റെ മട്ട് പോകുന്നത് വരെ ഇങ്ങനെ കഴുകി പിഴിഞ്ഞെടുക്കണം. ആ മട്ട് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ വീണ്ടും ഒന്ന് തിരിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോറ്, ഒരു പൊടി പൊടിയായിട്ട് വേണം ഇത് കിട്ടാൻ. ഇതിലേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ശർക്കര ഉരുക്കിയിട്ട് വേണമെങ്കിലും ഒഴിക്കാമല്ലേ, പക്ഷേ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇത്തിരി ലൂസായി പോയാൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കോൺഫ്ലവറോ ചേർക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, വെറും കപ്പ മാത്രം. അപ്പോഴാണ് അതിൻ്റെ ഒരു തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയെല്ലാം ഇതുപോലെ ഇലയിൽ ഇത്തിരി നെയ്യൊക്കെ പുരട്ടിയിട്ടാണ് ചുരുട്ടിയെടുത്തത്. എന്നിട്ട് ആവി ഒരു 20 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം ചെറിയ തീയിൽ അങ്ങനെ വെന്തോട്ടെ. സൂപ്പർ ഡെസേർട്ട് എന്ന് തന്നെ പറയാം. എല്ലാവരും മടി കൂടാതെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.